അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വഴുതിനങ്ങ കറി. ഇതിന് ഞാൻ 3 വഴുതിനങ്ങ, ചെറിയൊരു വാളംപുളി, കുറച്ച് തേങ്ങ, കറിവേപ്പില, ചെറിയ ഉള്ളി. ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല മുതിയ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ വഴുതിനങ്ങ അതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുളി ഞാൻ പുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി തീ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉലുവയും കൂടെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനനുസരിച്ചിട്ട് കറിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച വഴുതിനങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വരുന്നുണ്ട് ഉലുവയും ഉള്ളിയും കറിവേപ്പിലയും കൂടി നല്ലൊരു സ്മെല്ല്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നേരത്തെ പുതിർത്ത് വെച്ച പുളിയും കൂടെ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് വാളംപുളിയാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ വഴുതിനങ്ങ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വഴുതിനങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്യണം.